സർവശക്തനായ തമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമേ തന്നെ ഞങ്ങൾ ഒരുപാട് നന്ദി പറയാണ്. എൻ്റെ പേര് വിദ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് ജോമോൻ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK നേഴ്സായി വർക്ക് ചെയ്യാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. അത് വലിയൊരു സങ്കടമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റും ഒരുപാട് മെഡിസിൻസും എടുത്തിരുന്നു. ലാസ്റ്റ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് സബൈൻ ഹോസ്പിറ്റലുണ്ട് മൂവാറ്റുപുഴ, അവിടെ ചെയ്തിരുന്നു. എന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ IVF ട്രൈ ചെയ്തു ലാസ്റ്റ് ഇയർ വന്നിട്ട്, അതും ഫെയിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മേമ പറഞ്ഞിട്ട് ഇവിടെ കൃപാസനത്തെ പറ്റി അറിയണത്. അങ്ങനെ ഞാനിവിടെ വന്ന് 2024 ജനുവരി 22 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഞാൻ കുറേ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം അവിടെ സഭയിലെ ഡോക്ടർ പറഞ്ഞത് എനിക്ക് നോർമലായിട്ട് കുഞ്ഞുണ്ടാവാൻ ഒരിക്കലും സാധ്യതയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ലാപ്രോസ്കോപ്പി സർജറി ചെയ്തിരുന്നു, ഹസ്ബൻഡിന് വെരിക്കോസിലെക്ടമി ചെയ്തിരുന്നു, അതിലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് ഡോണർ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ട്രൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപാട് മെഡിസിൻസും ഒരുപാട് ഇഞ്ചക്ഷൻസും ഒക്കെ എടുത്തിരുന്നു, എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഹോപ്പായിരുന്നു. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ മാതാവിൻ്റെ ക്രെഡിറ്റിൽ മതി, അല്ലാതെ വേറെ ഡോക്ടേഴ്സിൻ്റെ അല്ലാതെ വേറെ മെഡിസിൻസോ ഒന്നും എടുത്തിട്ട് വേണ്ട. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ് തിരിച്ച് UK പോയി. അതിന് മുന്നേ അച്ഛൻ്റെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നു. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു, സൈത്ത് തന്നിരുന്നു. അത് ഞങ്ങൾ അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ 4 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് UK പോയി. അവിടെ ചെന്ന് പ്രാർത്ഥന മുടങ്ങാതെ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചയിൽ തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു ദർശനം കിട്ടി. അതായത് ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴാണോ അതോ ഓർമ്മയിലാണോ എന്നൊന്നും എനിക്കറിയില്ല. മാതാവ് എൻ്റെ അടുത്തേക്ക് വരുന്നു. ഫസ്റ്റ് ഞാനൊരു വെള്ളി വെളിച്ചാണ് കണ്ടേ, പിന്നെ മാതാവ് അടുത്തേക്ക് വരുന്നതായിട്ട് കണ്ടിരുന്നു. അതുവരെ ഞാൻ കൃപാസന പത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും കൊടുത്തിരുന്നില്ല. അവിടെ പള്ളിയിൽ അറിയാവുന്നവർക്ക് കൊടുക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നി അറിയാവുന്നവർക്കല്ല, മാതാവിനെ അറിയാത്തവർക്ക് വേണം കൊടുക്കാമെന്ന്. അങ്ങനെ അവിടെയുള്ള ബ്രിട്ടീഷ് സിറ്റിസൻസിന് എൻ്റെ വീടിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ തൊട്ട് അടുത്തും, അതുപോലെ തന്നെ പോസ്റ്റ്മാൻ ആ സമയത്ത് പോകുന്നുണ്ടായിരുന്നു, അവിടെയുള്ളവർക്ക്, അങ്ങനെ കാറ് കഴുകണ ഒരു ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, അവർക്കൊക്കെ മാതാവിന് ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരുപാട് അത്ഭുതങ്ങളും മിറാക്കിൾസും നടക്കുന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുത്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നേർച്ച വസ്തുക്കളായിട്ടുള്ള നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ തൈലം അതെല്ലാം അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഉപ്പ് കഴിച്ചിരുന്നു, തേൻ കുടിച്ചിരുന്നു. അങ്ങനെയായിരുന്നു പോയിരുന്നത്. അങ്ങനെ ഓരോ മാസം പീരീഡ്സ് ആവാൻ വൈകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കണോ എനിക്ക് ഇപ്രാവശ്യം എന്തായാലും UPT ടെസ്റ്റ് ചെയ്യുമ്പം പോസിറ്റീവ് ആവുന്നു. പക്ഷേ അത് നെഗറ്റീവായിരുന്നു. ജനുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസം ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് ഇനി നീ എനിക്ക് ഒരു സൈൻ കാണിച്ചു തരണം, അല്ലാതെ ഞാൻ ഇത് UPT ടെസ്റ്റ് നോക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണേ. അപ്പം ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം രാവിലെ ഓഫായിരുന്നു. അപ്പോൾ സാധാരണ ഓഫാണെങ്കിൽ ഒരു 9 മണി വരെ ഞാൻ കിടന്നുറങ്ങാറുണ്ട്. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം എണീറ്റപ്പം ഞാൻ ആദ്യം ക്ലോക്കിലേക്ക് നോക്കണേ. അപ്പോൾ അവിടെ സമയം കാണിക്കണം 12 മണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്ര നേരം ഞാൻ കിടന്നുറങ്ങി, എന്നെ ഹസ്ബൻഡ് വിളിച്ചില്ലല്ലോ, അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത്. അത് കഴിഞ്ഞ് താഴെ ചെന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചു, 12 മണി വരെ ഞാൻ കിടന്നുറങ്ങി, എന്നെ വിളിക്കാൻ ഞാൻ ആദ്യം ഹസ്ബൻഡിനോട് പറഞ്ഞേ. അത് കഴിഞ്ഞ് അവിടുത്തെ ക്ലോക്കിൽ നോക്കിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്താ പറയണേ, ഇപ്പോൾ 9 മണി ആവണുള്ളൂ, നീ എന്താ പറയണേ ഇപ്പോൾ നോക്കിയപ്പോൾ അവിടെ 9 മണിയാണ് ക്ലോക്കിൽ സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണാവോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ മുകളിലത്തെ ക്ലോക്ക് നടക്കണില്ല, ബാറ്ററി മാറ്റിയിടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ തിരിച്ച് വൈകിട്ട് ഞാൻ മുകളിൽ കയറിയപ്പം ആ മുകളിലത്തെ ക്ലോക്കിൽ സമയം മാറി നോർമൽ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതെങ്ങനെയാണ് ജോമേട്ടൻ മാറ്റിയായിരുന്നു, ബാറ്ററി മാറ്റിയായിരുന്നു ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, ആൾ മാറ്റിയിട്ടില്ല എന്ന്. പിന്നെ എനിക്ക് തോന്നി മാതാവ് നമുക്കൊരു സമയമോ ഡേറ്റ് അങ്ങനെ കാണിച്ചു തരുമല്ലോ, അങ്ങനെയാണോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പീരീഡ്സ് ആയത് ഏപ്രിൽ 11 അവിടെ സമയം 12 മണിയാണ് ക്ലോക്കിൽ കാണിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവ് അടുത്ത മാസം 12 ടെസ്റ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കണേ. ഞാൻ പക്ഷേ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നത്തെ മാസം മെയ്യിൽ 12 ഞായറാഴ്ചയായിരുന്നു. അന്ന് പള്ളിയിൽ പോയി കുർബാന കണ്ടു കഴിഞ്ഞ് തിരിച്ച് വന്ന് നേരെ പോയി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് അത് നോക്കിയപ്പോൾ അത് പോസിറ്റീവായിരുന്നു. സന്തോഷം കൊണ്ട് എനിക്കറിയില്ല, ഞാൻ കരയായിരുന്നു. മാതാവിനോട് മുട്ടുകുത്തി ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം പോലും കൺസീവ് ആയിട്ടില്ല. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് അങ്ങനൊരു അത്ഭുതം മാതാവ് തന്നു. മാതാവ് ഈശോയും എനിക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ട് സർവശക്തനായ തമ്പുരാനിൽ നിന്നും നേടിത്തന്നു. അതിന് മാതാവിനും ഈശോയ്ക്കും തമ്പുരാനും ഒരുപാട് നന്ദി.
അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടും ഒരുപാട് ഞാൻ ചെയ്തിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഒരുപാട് പേര് ഇങ്ങനെ വാട്സപ്പിൽ ഗ്രൂപ്പുണ്ട്, അവിടെ അങ്ങനെ സഹായിക്കാനും അങ്ങനെയുള്ള നമുക്കൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സഹായം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോണേക്കാളും മുൻപ് അനുഗ്രഹ സദൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ചെന്ന് ആ കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ അവർക്കുള്ള ഫുഡിനുള്ള ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ളത് അറേഞ്ച് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഞാൻ 7th മന്ത് വന്നു കഴിഞ്ഞിട്ട് വയസ്സായ ആൾക്കാരെ നോക്കണ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. അവിടെ അന്നദാനം നടത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അച്ഛൻ്റെ യൂട്യൂബിലുള്ള ധ്യാനം, ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കണ്ടിരുന്നു എല്ലാ ആഴ്ചയിലും. നേഴ്സാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാ ചൊവ്വാഴ്ചയിലും കാണാൻ പറ്റാറില്ല. പക്ഷെ അത് എന്നാലും സമയം കണ്ടെത്തി ആഴ്ചയിൽ തന്നെ കാണാൻ നോക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനകളാണെങ്കിലും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുമ്പോൾ എനിക്ക് ആ കറക്റ്റ് സമയത്തിന് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും അന്ന് തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും സർവശക്തനായ തമ്പുരാനും ഒരുപാട് നന്ദി. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. തങ്ങളുടെ ദാമ്പത്യ ജീവിതം 8 വർഷം പിന്നിടുമ്പോൾ തങ്ങൾക്കൊരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാഞ്ഞിട്ടല്ല, വാടക ഗർഭധാരണം അതുമാണ് പിന്നീട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുക. ഈ അവസ്ഥയിൽ തങ്ങൾ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് വിദ്യയും ജോമോനും തങ്ങളുടെ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ഹന്ന ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് തനിക്കൊരു കുഞ്ഞില്ലാതെ ഹന്ന വിഷമിക്കുന്നതും, സാമുവേലിൻ്റെ ജനനത്തിന് ഹന്ന ദൈവത്തെ പ്രകീർത്തിച്ച് പാടുന്ന കീർത്തനമാണ്, അതിലെ വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടത്. അങ്ങനെ തങ്ങൾക്കും ലഭിച്ചത് അതും തങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയിൽ ഉടമ്പടി എടുത്തിട്ടും തങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും താൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. കൃപ ടാപ്പ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത് കൃപാസന പത്രം കൊടുക്കുന്നത് തന്നെയാണ്. ഈ കൃപാസന പത്രം കൊടുക്കുന്നത് അത്ര ഈസിയല്ല എന്നുള്ളത് കൃപാസന പത്രം കൊടുക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് ഓരോ വ്യക്തികളുടെ മുഖത്ത് നോക്കി അവരോട് പറഞ്ഞ് അവരുടെ കയ്യിൽ കൃപാസന പത്രം ഏൽപ്പിക്കണം. കൃപാസന പത്രം അവർക്ക് കൊടുക്കുമ്പോൾ അവർ പറയുന്നത് എന്തോ അല്ലെങ്കിൽ നാം പറയുന്നത് അവരെ അംഗീകരിക്കുന്നുവോ, ആരെങ്കിലും നമ്മെ എന്തെങ്കിലും പറയുവോ, ഇതൊക്കെയുള്ള ഒരു ചമ്മലൊക്കെ ഉണ്ട്. ഈ ചമ്മലാണ് പിന്നീട് എങ്ങനെയാണ് കൃപയായി മാറുക. അത് ടാപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഗ്രേസ് വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെയാണ് തൻ്റെ കൃപാസന പത്രം താൻ കൊടുക്കാത്തതിനെക്കുറിച്ച് ഈ മകൾക്ക് ബോധ്യം കിട്ടുന്നത്. പിന്നീട് അത് കൊടുക്കുന്നതും പരിശുദ്ധ അമ്മ സാന്നിധ്യമായിട്ട് തനിക്ക് തൻ്റെ സ്വപ്നത്തിലൂടെ കടന്നു വരുന്നതും, പിന്നീട് എങ്ങനെയാണ് അമ്മയൊരു സമയ ഘടികാരം ഒക്കെ തനിക്ക്, അതായത് ആ ക്ലോക്കിലെ സമയം അത് തനിക്ക് തൻ്റെ സ്വപ്നത്തിലൂടെ താൻ അത് കാണുകയാണ്, യഥാർത്ഥത്തിൽ കാണുന്നോ സമയം മാറിയിരിക്കുന്നതൊക്കെ, അതും ഡേറ്റുമായിട്ട് പിന്നീട് എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്, താൻ കൺസീവ് ആകുന്ന ഡേറ്റുമായിട്ട്. അങ്ങനെ അമ്മ തനിക്കൊരടയാളം തന്നതാണെന്ന് തന്നെ വിദ്യ മനസ്സിലാക്കി കൂടുതൽ തീഷ്ണതയോടെ പിന്നീട് പ്രാർത്ഥിക്കുകയും തനിക്ക് ആദ്യമായി തൻ്റെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പ് ഈ മകൾ അനുഭവിച്ചപ്പോൾ തനിക്ക് കരയുകയാണോ ചിരിക്കുകയാണോ, സന്തോഷം കൊണ്ട് തന്നെ അത്രയേറെ ദൈവത്തെ നന്ദി പറഞ്ഞു. മുട്ടിന്മേൽ നിന്ന് തന്നെ ഞാൻ നന്ദി പറഞ്ഞു എന്നാണ് ദിവ്യ പറയുക. ഇവിടെയാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഈ ഉച്ഛിഷ്ടം പോലെ കരുതുന്ന ഓരോ കാര്യങ്ങളുമാണ് ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് നാം കൊടുത്ത്, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇതിന് പറയുന്നത്
വേസ്റ്റ് കൊണ്ട് വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ തങ്ങൾക്ക് ഉണ്ടായ എല്ലാ ഇച്ഛാഭംഗങ്ങളും, മക്കളില്ലാത്തതിൻ്റെ പേരിൽ തങ്ങളനുഭവിച്ച ഓരോ തങ്ങൾക്ക് പലതും തങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ച ഓരോന്നും, അതെല്ലാം കൊണ്ട് വിളക്ക് കത്തിക്കുന്നവരാകുന്നു. ഇതുതന്നെയാണ് നമ്മുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം കൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ അവിടുത്തെ ദീപപീഠത്തിങ്കൽ തെളിയുന്ന ഒരു ദീപമായിട്ട് തെളിയുവാൻ, ഒരു വിളക്കായിട്ട് പ്രശോഭിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഉരുക്കി വാർത്തെടുക്കുന്ന നിമിഷങ്ങളെ നാം ഏറ്റവും കൃപയോടെ കാണുമ്പോൾ അവിടെ ദൈവം ഏറ്റെടുക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് തങ്ങളുടെ കുഞ്ഞുമായിട്ട് ഈ ദമ്പതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കും ഇവരോട് ചേർന്ന് സന്തോഷിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നിഷ, ഇതെൻ്റെ അനിയത്തി ആശ. ഞങ്ങൾ കോഴിക്കോട് നിന്ന് പുലിരാമ്പാറ ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഒരുപാടാണ്. അതിൽ മെയിനായിട്ട് 2 കാര്യം പറയാനാണ്, ഞാനിന്ന് സാക്ഷ്യപ്പെടുത്താനാണ് എൻ്റെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ, തിരുക്കുമാരൻ്റെ മുമ്പിൽ ഞാൻ വന്നത്. അതിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 മാർച്ച് മാസം 9-ാം തീയതി, ഒരു 2ാം ശനിയാഴ്ചയായിരുന്നു. അന്ന് വന്ന് എൻ്റെ ഒരുപാട് നിയോഗങ്ങൾ എഴുതിയ കൂട്ടത്തിൽ എൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു. ഞാനൊരു അംഗനവാടി ടീച്ചറായിരുന്നു. 15 കൊല്ലത്തോളം അംഗനവാടി ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത്. അപ്പം സാധ്യതയുള്ളൊരു ജോലി എന്ന് പറയുന്നത് ICDS സൂപ്പർവൈസർ എന്നൊരു ജോലിയായിരുന്നു. അപ്പോൾ അതിന് കാലങ്ങളായിട്ട് നോട്ടിഫിക്കേഷൻ PSC വിളിക്കുകയോ മറ്റൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. 6ാമത്തെ നിയോഗത്തിൻ്റെ അടിയിൽ ഒരു കൊച്ചായിട്ട് എഴുതി. ഞാനത് കാര്യപ്പെടുത്താതെ പോവുകയും ചെയ്തു. കാരണം സാധ്യതയില്ലാത്തൊരു കാര്യം വെറുതെ റഫായിട്ട് എഴുതി ഞാൻ പോയി. അത് മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞും പോയി. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ തന്നെ ചെയ്തു. അച്ഛൻ പറയുന്ന ക്ലാസ്സുകളെല്ലാം കേൾക്കുകയും 2 ആഴ്ച കൂടി കുമ്പസാരിച്ച് ഞങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകവേ ഡിസംബർ മാസത്തിൽ ഗവൺമെൻറ് PSC നോട്ടിഫിക്കേഷൻ ICDS സൂപ്പർവൈസർ എന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വിട്ടു. ഡിസംബർ 19-ാം തീയതി. അതൊരു 14 വർഷം കൂടി ഞാൻ കയറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്ന ഒരു അംഗനവാടി ടീച്ചറായിട്ട് കയറിയിട്ട് ആദ്യമായിട്ട് വന്ന ഒരു നോട്ടിഫിക്കേഷനായിരുന്നു. എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനായിരുന്നു അത്. അപ്പോഴാണ് എൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഓർത്തത് തന്നെ. അങ്ങനെ ഞാൻ എന്നും ഈ നോട്ടിഫിക്കേഷൻ, ആദ്യം പത്രത്തിൽ കണ്ട നോട്ടിഫിക്കേഷൻ മാത്രം വെച്ച് ഞാൻ വെഞ്ചരിച്ച തൈലം കുരിശ് വരച്ച് എൻ്റെ ആഗ്രഹത്തെ ഞാൻ സമർപ്പിക്കും. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് ദൈവം പഠിക്കാനുള്ള അവസരങ്ങൾ തന്നു. കൊറോണ വന്നു, പരീക്ഷ മാറ്റി വെച്ചു. അതിൻ്റെ പ്രിലിംസ് എക്സാം എഴുതി. നല്ല രീതിയിൽ എപ്പോഴും ഞാൻ കാശ് രൂപം കൈപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുള്ളായിരുന്നു. പിന്നെ എനിക്ക് ഹാൾ ടിക്കറ്റ് വന്നു. ഹാൾ ടിക്കറ്റിൽ എപ്പോഴും കുരിശ് വരച്ച് വിശുദ്ധ കുരിശ് തൈലം കൊണ്ട്, ഉടമ്പടി തൈലം കൊണ്ട് കാശ് രൂപ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നും. എല്ലാവരുടെയും ഹാൾ ടിക്കറ്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമ്പം എൻ്റേത് ഉടമ്പടി തൈലത്തിൽ പൊതിഞ്ഞ ഒരു ഹാൾ ടിക്കറ്റായിരുന്നു. അതുപോലെ ഞാൻ എന്നും പ്രാർത്ഥിച്ചു, പഠിച്ചു. അങ്ങനെ 2020 എക്സാം എഴുതി. 2022 ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു. 10,000-ൽ കൂടുതൽ ആൾക്കാർ എഴുതിയ ഒരു എക്സാമിൽ 51ാമത്തെ റാങ്ക് തന്ന് പരിശുദ്ധ അമ്മ ഈശോയെ എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ 2024 ഏപ്രിൽ 8-ാം തീയതി ഗവൺമെൻറ് സർവീസ് ജോലിക്ക് കയറി. അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. ഇങ്ങനെയൊക്കെ ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിലൊരു ചെറിയ ലെമ്പ് കണ്ടു. അപ്പം കണ്ടപ്പോൾ ഇവളോട് അമ്മ പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഇത് നീ കാണിക്കുമെന്ന് പറയുന്നുണ്ടെന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു, ഇല്ല, നമ്മൾ ഉടമ്പടിയൊക്കെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാനത് സില്ലിയായിട്ട് കളഞ്ഞു. പിന്നെ എന്നെ പോലും അറിയിക്കാതെ എൻ്റെ മോളെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് ക്യാൻസർ ആണോ എന്നൊരു സംശയം പറഞ്ഞു. അങ്ങനെ ലെമ്പെടുത്ത് പരിശോധിച്ചപ്പോൾ അത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് വിഷമിച്ചെങ്കിലും നമുക്ക്
ഉടമ്പടി എടുത്തതാണല്ലോ, എന്താ ജീവിതം മൊത്തമുള്ളൊരു ലൈഫ് ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ട്, പിന്നെ എന്തിനാ പേടിക്കുന്നതെന്നുള്ളൊരു ധൈര്യമായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പിന്നെ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം എന്നും ബ്രസ്റ്റിൽ തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവളും അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ പിന്നെ ലെമ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഇത് അഗ്രസീവായിട്ടുള്ള ട്രിപ്പിൾ നെഗറ്റീവ് ടൈപ്പ് ക്യാൻസർ ആണെന്നുള്ള റിസൾട്ട് വന്നു. അപ്പോഴും ഞങ്ങൾക്ക് ഭീതി. സാധാരണ ഇങ്ങനെ കേൾക്കുമ്പോൾ സാധാരണ രീതിയിൽ എനിക്കൊരു ചെറിയ പിള്ളേരുടെ റിസൾട്ട് വരുമ്പോൾ പോലും എനിക്ക് പേടി വിറയൊക്കെ ഉള്ളതാണ്, കാരണം റിസൾട്ടിൻ്റെ തലേ ദിവസമേ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരു നല്ലൊരു നല്ലൊരു ടൂറ് പോകുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ ക്യാൻസറിനെ ഫേസ് ചെയ്ത്. കുടുംബത്തിലുള്ള എല്ലാവരും, അവളുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും, ഞങ്ങളെ അറിയുന്നവരും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരും എല്ലാവരും ബന്ധുക്കളെല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഓരോ ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ക്യാൻസർ 50% മൾട്ടിപ്പിൾ ചെയ്യുമ്പം ഇത് 200 എബോവ് സ്പീഡിൽ മൾട്ടിപ്പിൾ ചെയ്യുന്ന ടൈപ്പ് ക്യാൻസർ ആയിരുന്നു. അപ്പം എല്ലാവർക്കും സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ആ സർജറിയൊക്കെ ഉണങ്ങി കീമോ ചെയ്യുമ്പം ഞങ്ങൾക്ക് കീമോ ചെയ്ത് ഈ ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് റെയറായിട്ടുണ്ടാവുന്ന, അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഞങ്ങൾക്ക് അതിനെപ്പറ്റി അത്രയ്ക്ക് അറിയില്ല, എങ്കിലും ഡോക്ടർമാരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ കീമോ എല്ലാവർക്കും 22 ദിവസം കൂടുമ്പോഴാണ് കീമോ ചെയ്യുന്നത്. ഇത് അതിനേക്കാളും ശക്തമായ കീമോ 8 ദിവസം കൂടുമ്പോഴാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ഞങ്ങൾ വിശുദ്ധ തൈലം കീമോ ചെയ്യുമ്പോൾ സിറിഞ്ചിൻ്റെ അറ്റത്ത് നമ്മുടെ സ്കിന്നുമായിട്ട് തൊടുന്നോടത്ത് കുരിശ് വരച്ചിട്ട് ഈശോയെ അങ്ങയുടെ തിരുരക്തം ആണ് കയറുന്നത്, എപ്പോഴും പരിശുദ്ധ അമ്മയെ ഞങ്ങൾ കൂട്ടിപ്പോവും. പേരൻസ് നേരത്തെ പോയത് കാരണം എപ്പോഴും ഞാൻ ഈശോയോട് പറയും, അപ്പായും അമ്മായും ആണ് ഞങ്ങളുടെ പേരൻസ്, അപ്പം നിങ്ങളൊക്കെയാണ് ഫുൾ കാര്യങ്ങൾ നോക്കേണ്ടത്. എനിക്കവിടെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല. എല്ലാവരെയും വന്ന് അവരുടെ പേരൻസ് നോക്കുമ്പോൾ അവരെക്കാളിലൊക്കെ ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള അമ്മയായിരിക്കണം ഞങ്ങളുടെ പേരൻസ്. അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കണേ എന്ന് എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഒന്നും കൂടെ ഇരട്ടിച്ചു, ഒന്നും കൂടെ നല്ല രീതിയിൽ പോയി. വചനം എപ്പോഴും ഈ ലെമ്പ് എൻ്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ തന്ന് പരിശോധനയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോഴും ഞാൻ എപ്പോഴും കാനായിലെ കല്യാണത്തിന് പാത്രമല്ലേ അപ്പ നീ ആ പച്ച വെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഈ ട്രിപ്പിൾ നെഗറ്റീവിനെ നീ 0 ആക്കി മാറ്റണേ, ഒരു കുഴപ്പം ഉണ്ടാവരുത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കീമോ എല്ലാം കഴിഞ്ഞ് അതിൻ്റേതായ രീതിയിലൊക്കെ പോയാലും ഛർദിയൊക്കെ ഉണ്ടെങ്കിലും നല്ല ബലമായിരുന്നു ഞങ്ങൾക്ക്. എവിടുന്ന് ആ ബലം കിട്ടുന്നതെന്ന് മാത്രം അറിയില്ലായിരുന്നു. എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ അവർ പറയായിരുന്നു, കീമോ വാർഡിലുള്ളവർ പറയുമായിരുന്നു, നിങ്ങളെ കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു എനർജി എന്ന്. അപ്പോഴൊക്കെ ഞങ്ങൾ ഈ കൃപാസനത്തിലെ പത്രം ആ ക്യാൻസർ വാർഡിലുള്ളവർക്കൊക്കെ കൊടുക്കും. ക്രിസ്ത്യാനികൾക്ക് ആർക്കും തന്നെ ഞാൻ കൊടുക്കാറില്ല, ഞങ്ങൾ അക്രൈസ്തവർക്ക് കൊടുത്തിട്ട് അവരോട് പറഞ്ഞിട്ട് ആരെങ്കിലും എതിർത്താൽ അപ്പോഴും ഞങ്ങൾ ഡെപ്പോസിറ്റായിട്ട് ഞങ്ങളുടെ എതിർപ്പുകളൊക്കെ ബാലൻസാക്കി മാതാവിനോട് പറയാം, അമ്മ ഡെപ്പോസിറ്റ് കൂടിയിട്ടുണ്ട്, കാരണം അവിടുന്ന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എങ്കിലും ഞങ്ങൾ ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു. കൃപാസന പത്രം ആദ്യം കൊടുക്കാൻ ആദ്യകാലത്ത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ തന്നെയുള്ള ഈഗോയെ മാറ്റാൻ വേണ്ടിയിട്ട് കൃപാസനം എഴുതിയ പേജ് ഫുള്ളായിട്ട് ഇങ്ങനെ പത്രം പിടിച്ചിട്ടാണ് ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒളിപ്പിച്ച് ഞാൻ ഒരിക്കലും കൊടുത്തിട്ടില്ല, അതുപോലെ ആരും കാണാതെ കൊടുക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ എല്ലാവരുടെയും ആകെ അക്രൈസ്തവർക്കുള്ളവർക്ക് ഞാൻ ഈ പത്രം കൊടുക്കുകയും അപ്പം എന്നോട് ചോദിക്കും, ചിലർ വളരെ റഫായിട്ട് സംസാരിക്കും. അപ്പോഴൊക്കെ ഞാൻ അത് അസറ്റായിട്ട് കൂട്ടി വെക്കും. അങ്ങനെ ഞങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങളുടെ കീമോ കഴിഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഈശോയുടെ അടുത്ത് വരുമ്പോൾ ഇച്ചിരി സുന്ദരിയായിട്ട് വരാമെന്നോർത്താണ് ഞങ്ങൾ താമസിച്ചത്. അങ്ങനെ മുടിയെല്ലാം പോയെങ്കിലും എല്ലാം നല്ല അതിനേക്കാൾ കരുത്തായിട്ട് 40, 45, 46, 47 വയസ്സുള്ള ഞങ്ങൾക്ക് ഒറ്റ നര പോലും ഇല്ലാത്ത നല്ല കറുത്ത മുടിയെല്ലാം ആയി. പിന്നെ എനിക്ക് സർജറിയുടെ 2 ദിവസം മുന്നേ വരെ കീമോ കഴിഞ്ഞിട്ട് സർജറി ചെയ്യുമ്പോഴും സർജറിയുടെ 2 ദിവസം മുന്നേ വരെ ഞാൻ പറഞ്ഞു, എന്നോട് ആരും ഇവളുടെ രോഗത്തെപ്പറ്റി ചോദിക്കുന്നൊന്നും ഇഷ്ടമില്ലായിരുന്നു. അപ്പോഴും ഞാൻ പറയും, ഈശോ സർജറി ഇല്ലെന്ന്. അപ്പം മാതാവ് എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നു. ഒരു സാരി ഉടുത്ത ഒരു മാതാവിൻ്റെ രൂപമുള്ളൊരു വെളുത്ത ഒരു ലേഡിയായിരുന്നത്. അവർ കുറേ ആടുകളെ മേയിച്ച് വെളുത്ത നിറമുള്ള ആടുകളെ മേയിച്ചിങ്ങനെ ഒരു പുൽത്തോട്ടത്തിൽ കൂടെ റബ്ബർ തോട്ടത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പം ഒരു കറുത്ത നിറമുള്ള ഒരു ഭീകരമായ ഒരു വലിയ ആട് വന്ന് ഈ മാതാവ് ഈ സ്ത്രീ ഈ സാരി ഉടുത്ത ലേഡി ഇങ്ങനെ തീറ്റിക്കൊണ്ടിരുന്ന ആടുകളിൽ ഒരാടിന്
എനിക്ക് എൻ്റെ അനീതിയായിട്ടാണ് എനിക്ക് സ്വപ്നത്തിൽ ഫീൽ ചെയ്തത്. അവരുടെ 2 ചെവികളും ഇങ്ങനെ തോങ്ങി നല്ല ഭംഗിയുള്ള അഴകുള്ള ആടുകളായിരുന്നു ആ ആടുകൾ. അതിൽ എൻ്റെ അനീതിയെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ട് അവളുടെ രൂപമുള്ള ഒരാടിൻ്റെ ഒരു ചെവിയിലോട്ട് ആ കറുത്തയാട് ഓടി വന്നിട്ട് ഒരു കപ്പ് ഇങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ കടിച്ചിങ്ങെടുത്തു. അപ്പോൾ ആ തീറ്റിക്കൊണ്ടിരുന്ന ആ മാതാവെന്ന് ഞാൻ മാതാവിൻ്റെ രൂപമുള്ള ആ ലേഡി ഓടി വന്ന് ഉമ്മ വെക്കുവല്ല ചെയ്ത് നക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ മുറിവിൽ നിന്ന് വന്ന ചോര തൽക്ഷണം അവിടെ നിന്ന് അതൊരു വലിയ വടുവായിട്ട് അവിടെ അവശേഷിച്ചു. എന്നിട്ട് ഒരു നിമിഷം ആ പുല്ല് തിന്നുകൊണ്ടിരുന്ന ആ വെളുത്ത ആട് ഒരു നിമിഷം ഒന്ന് പതറി അവിടെ കിടന്നു. സുഖമില്ലാതെ ഒന്ന് കരഞ്ഞു കിടന്നാലും ആ നക്കലോടുകൂടി ആ മുറിവിലെ ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ ആ വടു അവിടെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. മറ്റാടുകളെക്കാളും ശക്തമായിട്ട് തുള്ളി ചാടി പോയിട്ട് ഈ ആട് പുല്ലുകൾ, അതും കിളിപ്പ് പുല്ലുകൾ തന്നെ കടിക്കുന്നു. അപ്പം ഞാൻ മോളിൽ നിന്നൊരു ബാഗൊക്കെ തൂക്കി ഞാനിങ്ങനെ നിന്നിട്ട് ആടുകളെ വിളിക്കുന്ന പോലെ ബേ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ആട് കണക്കാക്കുന്നില്ല. അവൾക്ക് ആ മുറിവിൻ്റേതായ ഒരു ക്ഷീണവും ഇല്ലാതെ അവൾ എല്ലാ ആടുകളെക്കാളും സ്പീഡിൽ ഇന്നും അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഒരു കുഴപ്പമില്ലാതെ ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ ഈശോയ്ക്കും നല്ല നാഥനും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഒത്തിരി നന്ദി. വ്യക്തിപരമായിട്ട് എപ്പോഴും ഞങ്ങൾ ഈ ഡോക്ടർമാരുടെ അടുക്ക പോകുമ്പോൾ പോലും ഞങ്ങൾ ഉടമ്പടിയിലെ ഉപ്പ്, നമ്മുടെ വിശുദ്ധ ഉപ്പ് ഞാൻ ഡോക്ടർമാരുടെ അടുത്തൊക്കെ അവർ കാണാതെ അവരുടെ മേശയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. പിന്നെ അവരുടെ മേത്ത് ആ ഉപ്പിൻ്റെ തരി വീഴാവുന്ന രീതിയിൽ ഞാൻ ഇടുമായിരുന്നു. ഇങ്ങനെ ഇടുന്നത് മറ്റ് രോഗികൾ, ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്ന രോഗികൾ സത്യത്തിൽ കാണാറുണ്ട്. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ ഇവരെന്ത് വിചാരിക്കുന്നു എനിക്കറിയത്തില്ല, എങ്കിലും ഇവർക്കും ഇതിൻ്റെ ഒരു വിശ്വാസം വരണം, ഇവരുടെ സാക്ഷിയായിട്ട് മാറ്റണമെന്ന് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് എപ്പോഴും ഈ ഉടമ്പടി തൈലവും കാശ് ഉപ്പും കൊണ്ടായിരുന്നു എപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും രാവിലെ ഏൽക്കുമ്പം ഞാനായിരിക്കില്ല, നമ്മളെല്ലാം ഏൽക്കുമ്പോൾ ഓരോ മുറിയിലും പോയി അവരുടെ നെറ്റിയെ കുരിശ് വരച്ച് വചനം ചൊല്ലി ചെല്ലാറുണ്ട്. വചനം പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു പണി, വചനം വായിക്കുമ്പോൾ വചനം കാണാതെ പഠിക്കും. എന്നിട്ട് യാത്രയിലും കിടക്കുമ്പോഴും എപ്പോഴും വചനം ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ട്. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ അതിരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. എനിക്കറിയാം വചനം പ്രാവർത്തികമാക്കാൻ എനിക്ക് മാത്രമേ, അവനവന് മാത്രമേ കഴിയുള്ളൂ എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ. വചനത്തിനൊക്കെ ഗർഭമുണ്ട്, നിങ്ങൾ അടയിരുന്ന് വിരിയിക്കണമെന്ന്. വചനം എപ്പോഴും വിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ജീവിതത്തിൽ എൻ്റെ അമ്മ എപ്പോഴും കൂട്ടായിരിക്കും എന്നുള്ള. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായം 10-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. 2 സഹോദരിമാർ അവരവരുടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. നിഷ ജോഷി തൻ്റെയും തൻ്റെ അനുജത്തിയുടെയും കാര്യമാണ് നമ്മോട് പറയുക. അംഗനവാടി ടീച്ചറായിട്ട് 15 വർഷമായി താൻ ജോലി ചെയ്തു വരികയായിരുന്നു. തനിക്കൊരു ഗവൺമെൻറ് ജോലി തൻ്റെ സ്വപ്നമാവുകയും അങ്ങനെ ഇവിടെ വന്ന് ലാസ്റ്റായിട്ട്, അതായത് അത് നടക്കുമെന്ന് യാതൊരു ഹോപ്പുമില്ലാതെ 17 അതുവരെയും ഈ മകള് തൻ്റെ സർവീസിൽ കയറി കഴിഞ്ഞിട്ട് 14 വർഷം വരെയും അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനൊന്നും ഒരു ഗവൺമെൻറ് പോസ്റ്റിന് വന്നിട്ടില്ല, ICDS സൂപ്പർവൈസറിൻ്റെ പോസ്റ്റ്. പക്ഷേ ഇത് ഈ മകൾക്ക് വേണമെന്നൊരാഗ്രഹം ഇവിടെ വന്നപ്പോൾ തോന്നുന്നു, അത് എഴുതിയിടുന്നു. പിന്നീട് അതിനെക്കുറിച്ച് ഓർത്തില്ല. പരിശുദ്ധ അമ്മ ഓർക്കുന്നുണ്ട്. അമ്മ ആ ആഗ്രഹത്തെ പിന്നീട് എങ്ങനെയാണ് സഫലീകരിക്കുമാറ് 10,000 പേരോളം എഴുതിയ ഒരു ടെസ്റ്റ്. 196 പോസ്റ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതിൽ 51ാമത്തെ റാങ്ക് ആദ്യത്തെ. അങ്ങനെ തനിക്ക് 51ാമത്തെ റാങ്കുകാരിയായിട്ട് തനിക്ക് ആ ലിസ്റ്റിൽ വരുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഒരു പരീക്ഷ. അതുപോലെ അതൊരിക്കലും അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ അതായത് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനേ ഇല്ല. എന്നാൽ ഇവിടെ വരുമ്പോൾ അമ്മ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമ്മയ്ക്കറിയാം ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഉടനെ വരുമെന്ന്, നമുക്കറിയില്ല. ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഓരോ മക്കളുടെയും അനുഭവ സാക്ഷ്യങ്ങൾ ഇതാണ് നമ്മോട് പറയുക. പിന്നീട് തനിക്ക് ജോലി ലഭിക്കുന്നതും തൻ്റെ
ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു? അനുജത്തിയുടെ ബ്രസ്റ്റ് ക്യാൻസർ അത് ഏത് ടൈപ്പ് ക്യാൻസർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അഗ്രസീവായിട്ടുള്ള നെഗറ്റീവ് ടൈപ്പ് ക്യാൻസർ. എന്നാൽ ഡോക്ടേഴ്സ് ചോദിച്ച ഒരു കാര്യമില്ലേ, സാധാരണ 22 ദിവസം ചെയ്യേണ്ട കീമോയേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള കീമോ 8 ദിവസം കൊണ്ട് ഇത്ര അടുപ്പിച്ച് 16 കീമോ ചെയ്തിട്ടും നിനക്ക് സാധാരണ ആരും അങ്ങനെ ഒരു പ്രാവശ്യം കൊണ്ട് ഒരു കീമോ 8 ദിവസത്തിൽ പല പ്രാവശ്യം വന്നാണ് ആ ഒരു കീമോ 8 ദിവസത്തിനുള്ളിൽ തീർക്കുന്നത്. ഇത് 2-2.5 മണിക്കൂർ കൊണ്ട് നീ തീർത്തില്ലേ? അതുപോലെ തന്നെ ഈ ലെമ്പ് കണ്ടുപിടിച്ചപ്പോഴും ചോദിച്ചു, ഇത് ഇത്രയും ഹാർഡായിട്ടുള്ള 0.2 mm മറ്റോ ഉള്ളൂ ആ ലെമ്പ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? അത് തന്നെ ഒരു മിറക്കിളാണ്. കാരണം ഹാർഡ് ലെമ്പ് ഒരു വിധത്തിലും നമുക്ക് പുറത്തോട്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവളോട് ആ ലെമ്പൊന്നുമില്ല, നീ എനിക്ക് തോന്നുന്നതെന്നൊക്കെ. പക്ഷേ അമ്മ അവിടെ തോന്നിച്ചു ഇതെന്തോ പ്രശ്നക്കാരനാണ്, നീ കാണിക്കുന്ന. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ ഇവള് പോയത്. ഞാൻ മുടക്കം പറയാമെന്ന് കാരണം എന്നെ കൂട്ടാതെ പോയത്. അങ്ങനെ ഡോക്ടേഴ്സ് നിങ്ങളിത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് ഇവരോട് ചോദിക്കുക, നിങ്ങൾക്കിത് എങ്ങനെ മനസ്സിലായി എന്ന്. യാതൊരു രീതിയിലും അതൊന്ന് പുറത്തേക്ക് ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിന്നതല്ല. പക്ഷേ ഹാർഡായിട്ടുള്ള ആ ലംബ് അത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഈ മകള് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടലുകളാണ്. എങ്ങനെയാണ് തൻ്റെ സഹോദരിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് താൻ അമ്മയോട് ഒരു ശാഠ്യം പോലെ പറയുമ്പോഴും അമ്മ എങ്ങനെയാണ് ഒരു സ്വപ്നത്തിലൂടെ ഈ മകൾക്ക് കാണിച്ചു കൊടുത്തത് ആ ഓപ്പറേഷൻ വേണം, അതിനുശേഷം ആ മകൾ എത്രമാത്രം ആരോഗ്യവതിയാകും. ഇതൊക്കെ ഇന്ന് ജീവൻ്റെ തുടിപ്പുകളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർ പറയുന്ന ഒരു മൂന്നാമതൊരു വ്യക്തി പറയുന്നതല്ല, അതേ വ്യക്തികളാണ് ഇവിടെ വന്ന് നമ്മുടെ മുൻപിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ശുദ്ധീകരിച്ചു, വെള്ളി പോലെയല്ല എന്ന് പറഞ്ഞ് കഷ്ടതയുടെ ചൂളയിൽ നമ്മെ ശുദ്ധീകരിക്കുമ്പോഴും നമ്മോടൊത്തുള്ള ദൈവ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ തിരുവചനം 60 വീണ്ടും പറയുന്നുണ്ട്, പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല, പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം, നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം. ഇതെല്ലാം ഇന്ന് അനുഭവിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമായിട്ട് അസുഖമാണെന്നറിഞ്ഞപ്പോൾ ഒരു ടൂറിന് പോകുന്ന പ്രതീതിയോടെയൊക്കെ അമ്മയുടെ കൈപിടിച്ച് തുള്ളിച്ചാടുന്ന മക്കളെ പോലെ തങ്ങൾ പോയി എന്നാണ് പറയുക. ഈ ധൈര്യം ഇത് പരിശുദ്ധ അമ്മയും ഈശോയും തരുന്നതല്ലാതെ മറ്റാരും തങ്ങൾക്ക് തന്നില്ല എന്ന് ഏറ്റു പറയുമ്പോൾ നമുക്കും ദൈവത്തെ ആരാധിക്കാൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി